കൊണ്ടാണ് അവർ തീരുമാനമെടുക്കുന്നത്. ഉമ്മമാരോട് ഞാൻ പറയട്ടെ, ഉപ്പമാരോടും വീട്ടിൽ നല്ല നല്ല കൈയും മറ്റുമൊക്കെ വൃത്തിയുള്ള ചെറിയ മക്കള് ഭക്ഷണം കഴിച്ചിട്ട് ബാക്കിയുള്ള ഭക്ഷണമുണ്ടോ കൊണ്ടുപോയി തള്ളിയേക്കരുത്, തട്ടിയേക്കരുത്. ആ ഭക്ഷണത്തിലേക്ക് ഇനിയും വല്ലതും ചേർക്കാനുണ്ടെങ്കിൽ ചേർത്തിട്ട് ഭക്ഷണം കഴിച്ചിരുന്നൊരു പതിവാണ് മുൻഗാമികളിലൊക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തെറ്റും ഒരു കുറ്റവും ഒരു കറയും പുരളാത്ത നല്ല ശുദ്ധിയുള്ള കുട്ടികൾ ബിസ്മില്ലാഹി ചൊല്ലിയിട്ട് നല്ല നാവോടെ കഴിച്ച ഭക്ഷണമില്ലേ, ബിസ്മി ചൊല്ലിയിട്ട് തുടങ്ങിയ നല്ല ഭക്ഷണമില്ലേ, അതിലൊരു രണ്ടോ പിടിയോ ബാക്കി എവിടെയുണ്ട്, അതിലേക്ക് ചേർത്തിട്ട് നിങ്ങൾ ഭക്ഷണം കഴിച്ചോളൂ. ശരീരത്തിന് അല്ലാഹു ആഫിയത്ത് തരും, ആരോഗ്യം തരും, ദീർഘായുസ് തരും, ബറക്കത്ത് തരും. അതതിന് വലിയ കാരണമാണ്. ഒഴിവാക്കിയിട്ടേക്കരുത്, ബാക്കിയിട്ടേക്കരുത്, മിച്ചമിട്ടേക്കരുത്, കൊണ്ടുപോയി തള്ളിയേക്കരുത്. ഭക്ഷണാവശിഷ്ടങ്ങൾ കൊണ്ടുപോയി തള്ളുന്നത് കണ്ട് മലക്കുകൾ വരെ സങ്കടപ്പെട്ടു പോകും കേട്ടോ. ഭക്ഷണം കിട്ടാതെ ജീവിക്കുന്ന ആളുകളും നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഉണ്ട് എന്ന നക്കിന സത്യം മറന്നു പോകണ്ട. യഥേഷ്ടം കഴിക്കാൻ അല്ലാഹു ഭക്ഷണം തന്നത് വലിയൊരു നിഅമത്താണ്, വലിയൊരു അനുഗ്രഹമാണ്. അല്ലാഹു ഭക്ഷണം തന്നതിന് ശുക്ർ പറഞ്ഞാലോ ചെയ്താലോ തീർക്കാൻ കഴിയൂല. ആ ഭക്ഷണാവശിഷ്ടങ്ങളോട് നന്ദി കാണിക്കണം. രാത്രി സമയത്ത് അഥവാ കുറച്ച് ഭക്ഷണം മിച്ചം വന്നാൽ അത് രാവിലെ കഴിക്കാനുള്ള തയ്യാറെടുപ്പ് വേണം. നടക്കൂലേ? ഒരു രാത്രി ഉറങ്ങിയെന്ന് കരുതിയിട്ട് ഒരു ഭക്ഷണത്തിനൊന്നും സംഭവിക്കാനില്ല. നമ്മളെ മലപ്പുറത്തൊക്കെ അതിന് പഴഞ്ചോറ് എന്ന് പറയും. ഇവിടെ എന്താ പറയുക? ഇവിടെ കൂട്ടകഞ്ഞിന്നാണല്ലോ. ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല, സംഗതി മനസ്സിലായാൽ മതി. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? രാത്രി നമ്മൾ എടുത്തു വെച്ച ഭക്ഷണം രാവിലെ അതെനിക്ക് വേണ്ട എന്നാരും പറയരുത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ സുന്നത്താണ് രാത്രി എടുത്ത് വെച്ച ഭക്ഷണം ബാക്കിയുള്ള ഭക്ഷണം പകല് കഴിച്ചു. അത് ശരി ഉസ്താദ്, ഇതൊക്കെ സുന്നത്തിലുണ്ടോ? അതൊക്കെ സുന്നത്തിലുണ്ട്. അങ്ങനെ ആകുമ്പോ നമ്മളെ ജീവിതം അങ്ങോട്ട് റെഡിയാവും. പഴയ കാലത്ത് നമ്മളെ പുരയിലെ ഉപ്പമാരൊക്കെ രാവിലെ പണിക്ക് പോയിരുന്നത് അങ്ങനെ രാത്രി എടുത്തു വെച്ച് കുറച്ച് കഴിച്ചിട്ടാണ്. അന്ന് ഈ റെഡിമെയ്ഡ് പത്തിരിയും റെഡിമെയ്ഡ് അപ്പൊന്നും ഉണ്ടാക്കാനൊന്നും അന്ന് സമയമില്ല. അന്ന് ആ തലേന്ന് എടുത്ത് വെച്ച് ബാക്കിയുള്ള ആ കറി ഒന്ന് ചൂടാക്കി റെഡിയാക്കിയിട്ട് ഒന്ന് കഴിച്ച് ഉണക്കൽ മീനൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും കൂട്ടി. അങ്ങനെയാണ് പഴയ കാലത്ത്.